ഈ കഥയിൽ കഥാപാത്രങ്ങൾക്ക് പ്രസക്തി ഇല്ല, അതുകൊണ്ട് പോലെ പേരുകൾ ഞാൻ പറയുന്നില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കൂടെ 10ാം ക്ലാസ് പഠിച്ച ഞങ്ങൾ കുറെ സുഹൃത്തുക്കൾ ഇങ്ങനെ കൂടിയിടും. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ പഴയ ഫേസ്ബുക്ക് പ്രണയങ്ങളും നിംബസും ഓർക്കൂട്ടും അങ്ങനത്തെ കുറെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ അന്നുണ്ടായിരുന്ന നമ്മളെ കൂട്ടത്തിലുള്ള ഏറ്റവും മുഖ്യനുണ്ട്. എല്ലാം അന്നത്തെ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും മ്യൂച്വൽ ഫണ്ട് വരായിരിക്കും. ഇപ്പൊ ഇന്ന് ഇൻസ്റ്റാഗ്രാം പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും മ്യൂച്വൽ ഫണ്ട് വരായിരിക്കും. അപ്പൊ എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, നെസ്രി അങ്ങനത്തെ. എനിക്ക് പൈസക്ക് കുടുങ്ങി കഴിഞ്ഞാൽ റീചാർജ് 30 റുപ്യ 40 റുപ്യ വോഡാഫോണിൽ ടാറ്റ.com റീചാർജ്, ടാറ്റ.com അല്ലെ, അതിൽ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മിനിറ്റിനുള്ള കോൾ ചെയ്യാനൊക്കെ ഇത് കിട്ടും. അപ്പോൾ അന്ന് നമുക്ക് ഇങ്ങനെ ബ്രൗസ് ചെയ്യാം, ഫേസ്ബുക്ക് ഇതാക്കുക, നല്ല ഫോട്ടോസ് ഇതാക്കുക, MZ ക്രിയേഷൻ, മൂസിൻ അസി മോസി എന്നൊക്കെ അങ്ങനത്തെ ടൈമാണല്ലോ. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടെടുക്കുക ഇതാക്കുക. അപ്പോൾ അതാണ് നമ്മളെ മെയിൻ പരിപാടി അന്ന്. പിന്നെ സ്റ്റാറ്റസ് ബ്രോ ലൈക്ക് മൈ പ്രോഫിക് എന്നൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ എനിക്കുണ്ടായില്ല. അന്നുണ്ടായിരുന്ന ഒരു ഫേക്ക് അക്കൗണ്ട്. ഈ അക്കൗണ്ട് വെച്ചിട്ട് നമ്മളെ സുഹൃത്തിനെ ഇങ്ങനെ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യിപ്പിച്ചു. നമ്മളൊരു ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ്, കുട്ടിക്കാലം മുതലേ സുഹൃത്ത്. ആശയം ഞാനാണ് ഇത് അറിയില്ല. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഇടയ്ക്ക് ഇങ്ങനെ റീചാർജ് ചെയ്യും. ഇപ്പം അടുത്തും ഞങ്ങൾ ആ കഥ പറഞ്ഞപ്പോൾ ഇവൻ്റെ ധാരണ എന്താ അറിയുമോ, ഇപ്പോഴും ഇവൻ്റെ ധാരണ ഓൻ പൈസ അയച്ചു കൊടുത്തിരുന്നത് ആ പെൺകുട്ടിക്കാണെന്നുള്ളതാണ്. തെളിവ് കാണിച്ചെടുത്തു. പൈസ അയച്ചിട്ട് അന്ന് സ്ക്രീൻഷോട്ട് ഇല്ല, കാരണം 2600 നമ്മുടെ കയ്യിലുള്ള ഫോണ്, പിന്നെ N95 അങ്ങനത്തെ ഒക്കെ ഒരു ഫോണ് ഇങ്ങനെ ഇതാക്കണേ. അവ അന്നത്തെ ഫോണാണ്. അതിൻ്റെ ഒക്കെ കളക്ഷൻസിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിങ്ങനെ കാണിച്ചു കൊടുത്ത് അപ്പോഴാണ് ഓൻ അംഗീകരിക്കണത്. ഇപ്പോഴും ഉണ്ടാവില്ലേ ഫേക്ക് അക്കൗണ്ടുകളുടെ ഒക്കെ കുറേ സാധനങ്ങൾ.